ജീവിത പരിസരം നിങ്ങളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് നോക്കാം. റെസ്പോൺസീവ് അവയർനെസ് enables life through interaction and participation. പ്രതിബോധം, അതാണ് അവബോധ നിലകളും ബോധപരിണാമവും എന്നുള്ള 6-ാം അധ്യായത്തിൽ നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത്. പ്രതിബോധം, ബാഹ്യമായും ആന്തരികമായും പ്രതിബോധം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഈ പ്രതിബോധം ജീവിതത്തിൽ എന്ത് സാധ്യമാക്കുന്നു, എന്തുകൊണ്ട് പ്രതിബോധത്തെ മനസ്സിലാക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സഖ്യമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. പ്രതിബോധം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയേറെ ബോധങ്ങളെ കുറിച്ച് സംസാരിച്ചു. സത്തയുടെ ബോധം, ഉപബോധം, പിന്നെ സഹജാവബോധം, ശിക്ഷിതാവബോധം തുടങ്ങി, അതായത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇന്നലെ നമ്മള് ജാഗ്രതന് വെളിയിലുള്ള, ജാഗ്രതയ്ക്ക് ഭൗതികമായി വെളിയിൽ നിൽക്കുന്ന ഒന്നാണ് പ്രകടബോധം എന്ന് പറയുന്നത്. ജാഗ്രതാവസ്ഥയുടെ അല്ലെ അതിനകത്തുള്ള അവബോധങ്ങളുടെ എല്ലാം പ്രകടനമായിരുന്നു അത്. അങ്ങനെ പ്രകടിപ്പിക്കുന്ന സമയത്ത്, ഈ പ്രകടിപ്പിക്കുന്ന സാധനം എവിടെയെങ്കിലും ചെന്ന് തട്ടുമല്ലോ. ഈ തട്ടുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ തട്ടി തിരിച്ചു പോകുന്നത്, ഇതാണ് പ്രതി എന്ന് പറയുന്നത്. പ്രതി, റെസ്പോൺസീവ്, പ്രതികരണാത്മകമായത്, റെസ്പോൺസീവ് അവയർനെസ് എന്ന് പറയും. ഈ റെസ്പോൺസീവ് അവയർനെസ് ആണ് പ്രതിബോധം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഈ കോശങ്ങൾ 2 ഒരുമിച്ച് ചേർന്ന് ശരീരം ഉണ്ടാകുന്നത് പോലെ മനുഷ്യ സമൂഹം ഉണ്ടാകുന്നത് ഒന്നിലധികം മനുഷ്യർ ഒരുമിച്ച് ചേർന്നാണ്. ഇനി മനുഷ്യർ മാത്രമാണോ? അല്ല, മറ്റു ജീവജാലങ്ങളും കൂടെ ചേർന്നതാണ് ജൈവ സമൂഹം എന്ന് പറയുന്നത്. അപ്പോ മനുഷ്യൻ ഒരു ഒറ്റപ്പെട്ട ജീവിയല്ല. അവിടെ അവൻ എല്ലായ്പ്പോഴും അവന്റെ പരിസരത്തോട്, ആളുകളോട്, സാഹചര്യങ്ങളോട്, വസ്തുക്കളോട് ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിസിപ്പന്റ് ആണ്. അവൻ എല്ലാവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ ഇടപെടലുകൾ ഉണ്ടല്ലോ, മറ്റു ജീവജാലങ്ങളുമായിട്ടും മറ്റു വസ്തുക്കളുമായിട്ടുള്ള അവന്റെ ഇടപെടലിനെ, അതിനെ തിരിച്ചറിയുക, അതിനോട് പ്രതിനിലകൊള്ളുകയും ചെയ്യുന്ന അവബോധ തലമാണ് പ്രതിബോധം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പരിസരത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന അവബോധം. പരിസരത്തോട് ചേർന്ന് നിൽക്കുക എന്ന് വെച്ചാൽ നമ്മളും പരിസരവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ബൗണ്ടറിയാണ് നമ്മുടെ തോൽ എന്ന് പറയുന്നത്, അല്ലെ? ഭൗതികമായി ഇതിനെ വേർതിരിക്കുന്നത് തോലാണ്. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളെ പരിസരവുമായിട്ട് ചേർത്ത് നിർത്തുന്നതോ വേർതിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു മണ്ഡലം നമുക്കുണ്ട്. ഞാനെന്ന് പറയുന്ന മണ്ഡലം. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അഹത്തെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ബോധം എന്ന് പറയുന്ന ഒരവസ്ഥ, നമുക്ക് സ്പർശനീയമായ ഞാൻ, നമ്മൾ നിർമ്മിച്ചെടുത്ത ഞാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ഞാനുകളെ കുറിച്ച് പറയും. ഈ ഞാനും ഞാനല്ലാത്തതും തമ്മിലൊരു ബൗണ്ടറി നമ്മളവിടെ കൽപ്പിച്ചിട്ടുണ്ട്. ഈ ബൗണ്ടറിയിലുള്ള അവബോധമാണ് ഈ പ്രതിബോധം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇടപെടലുകൾ, നമ്മളോടുള്ള ഇടപെടലുകൾ, ഇതിനെ തിരിച്ചറിയുക, ഇതിനോട് പ്രതിനിലകൊള്ളുന്ന അവബോധ തലമാണ് പ്രതിബോധം എന്ന് പറയുന്നത്. ഈ പ്രതിബോധം നിങ്ങളോട് നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ജീവിത പരിസരം നിങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നു, ഇല്ലേ? നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ഇടപെടുന്ന സമയത്ത്, നമ്മൾ മറ്റു മനുഷ്യരുമായിട്ടും മറ്റു ജീവജാലങ്ങളായിട്ട് ഇടപെടുന്ന സമയത്ത് നമ്മൾ അവർക്കനുസരിച്ച് പ്രതിനില കൊള്ളാൻ ബാധ്യസ്ഥരാണ്. ഈ പ്രതിനില കൊള്ളുക എന്ന് പറയുന്നത് അവർ എങ്ങനെ ഇങ്ങോട്ടേക്ക് പ്രതികരിക്കുന്നു അതിനനുസരിച്ചാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ നിലകൊള്ളുന്നു അതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാടും നമ്മളോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, പ്രതിനില കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുവഴിയാണ് നമ്മുടെ ഉപരിവ്യവസ്ഥ നമ്മളോട് സംവേദനം ചെയ്യുന്നത്. ഈ ഉപരിവ്യവസ്ഥ എന്ന് വെച്ചാൽ ശരീരത്തിന്റെ അകത്താണ് കൈ. ഇപ്പൊ ശരീരം ഉപരിവ്യവസ്ഥ, കൈ എന്ന് പറയുന്നത് ഉപവ്യവസ്ഥ. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ ഉപവ്യവസ്ഥയാണെങ്കിൽ അതിന്റെ ഉപരിവ്യവസ്ഥയാണ് തൽക്കാലത്തേക്ക് പ്രകൃതി എന്ന് പറയാം. പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉപരിവ്യവസ്ഥയാണ്. ഉപരിവ്യവസ്ഥ നമുക്ക് നൽകുന്ന സൂചനകൾ, നിർദ്ദേശങ്ങൾ തുടങ്ങിയവ നമ്മിലേക്ക് എങ്ങനെയാണ് വരുന്നത്? സന്ദർഭങ്ങളുടെയും സാഹചര്യങ്ങളുടെയും രൂപത്തിലാണ്.
നമ്മുടെ ജീവിത പരിസരം നമ്മളോട് നിരന്തരം ഇത്തരം സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു, നമ്മെ സ്വാധീനിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നിലയോട് പ്രതികരിക്കുകയും ചെയ്യും. ഇപ്പൊ കൈക്ക് ശരീരത്തോട് പ്രതികരിക്കാം, ശരീരത്തിന് കൈയോട് പ്രതികരിക്കാം. ഇതുപോലെ ഞാനും പ്രകൃതിയും തമ്മിലുള്ള ഈ ഒരു സംവേദനം നടക്കുന്നുണ്ട്. അതുവഴി എന്നിലേക്ക് ഒരുപാട് സാഹചര്യ സൂചനകൾ വരുന്നുണ്ട്, സന്ദേശങ്ങൾ വരുന്നുണ്ട്. പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതിന്റെ പലതരം പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ചുറ്റുപാടുമുള്ളതിന്റെ സ്വാധീനമുണ്ട്. നമ്മുടെ മുന്നിലേക്ക് നമ്മൾ മുൻപോട്ട് പോകാൻ തീരുമാനിച്ച്, നമ്മുടെ ഇച്ഛ കൊണ്ട് നമ്മൾ മുൻപോട്ട് പോകാൻ തീരുമാനിച്ചിറങ്ങിത്തിരിക്കുന്ന സമയത്ത് അവിടെ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്, സാധ്യതയില്ലായ്കൾ, വെല്ലുവിളികളുണ്ട്, അവസരങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ നിമിഷവും മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിത പരിസരം നമ്മളോട് എപ്പോഴും ചിലത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ, അത് അറിയാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യമാണ് ഞാൻ ആദ്യമായി ചോദിച്ചത്. അപ്പോ ഈ പ്രതിബോധം എന്നുള്ളത് പ്രവർത്തിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലാണ്. ഒന്ന് ബാഹ്യമായിട്ടുള്ള ഇടപെടൽ. ബാഹ്യമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പരിസരത്തോടുള്ള ഇണങ്ങൽ, നമ്മുടെ ചുറ്റുപാടുമായിട്ട് നമ്മൾ ചേർന്ന് പോകുന്നത്, പരിസരത്തിലെ മറ്റ് ഘടകങ്ങളുമായിട്ടുള്ള സഹകരണം, അവയുമായി ചേർന്നുള്ള സാമൂഹ്യ ജീവനം, അവിടേക്ക് നമ്മുടെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കൽ, നമ്മൾ ക്വസ്റ്റ് ചെയ്യൽ, അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, പ്രത്യാശാപൂർണമായിട്ടുള്ള കാത്തിരിപ്പ് തുടങ്ങിയാണ് ബാഹ്യമായിട്ട് ചെയ്യുന്നത്. ഔട്ട്വാർഡ് എക്സ്പ്രഷൻ ഓഫ് റെസ്പോൺസീവ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഇന്റേണലി അകത്തെന്താണ് ഉണ്ടാവുന്നത്, അകത്തേക്ക് വരുന്ന സന്ദർഭങ്ങളും സംഭവങ്ങളും തിരിച്ചറിയുക. തീ വന്നു കഴിഞ്ഞാൽ തീയാണെന്ന് തിരിച്ചറിയാം, പാമ്പ് വന്നു കഴിഞ്ഞാൽ പാമ്പാണെന്ന് തിരിച്ചറിയാം, മധുരം വന്നു കഴിഞ്ഞാൽ മധുരമാണെന്ന് തിരിച്ചറിയാം. ഈ തിരിച്ചറിയൽ ആന്തരികമായിട്ട് സംഭവിക്കുന്നതാണ്. ഈ റെസ്പോൺസീവ് കോൺഷ്യസ്നെസിന്റെ ആന്തരികമായി സംഭവിക്കുന്നതാണ്. അതിനെ സ്വീകരിക്കൽ. നമ്മുടെ റെസ്പോൺസസ് എങ്ങനെയാണ്? ഇപ്പൊ തീയാണ് വരുന്നത് വെച്ചാൽ നമ്മൾ ഉടനെ അതിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കും. ഒരു കല്ല് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് തട്ടി മാറ്റാം, ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ. അപ്പോ ലഭിക്കുന്നതിനെ സ്വീകരിക്കുക എന്നൊരു പ്രോസസ് അവിടെ ഉണ്ട്. ആ സ്വീകരിക്കുന്നത് ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എതിർത്തുകൊണ്ടായിരിക്കും സ്വീകരിക്കുക, ചിലപ്പോൾ അതിനെ രണ്ടു കൈ നീട്ടിയായിരിക്കും സ്വീകരിക്കുക. എന്താണെങ്കിലും സ്വീകരിക്കുക എന്നുള്ളൊരു പ്രോസസ് നൽകുന്നുണ്ട്. ആ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു കാര്യത്തെ സ്വീകരിച്ച്, സംഭവം സന്ദർഭം എന്തോ ആയിക്കോട്ടെ, അതിനെ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ അകം ബോധങ്ങളിലേക്ക്, അതായത് ബോധ മനസ്സിലേക്ക്, ഉപബോധത്തിലേക്ക്, മറ്റ് ബോധതലങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ കൈമാറി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അകത്തു നിന്നും ചില റെസ്പോൺസസ് വരും. നമ്മൾ ഒരു കാര്യം വെളിയിൽ നിന്ന് കണ്ട ഉടനെ തന്നെ നമ്മൾ അതിനെ ഉള്ളിലേക്ക് കൊടുക്കുന്നു, നമ്മൾ സ്വീകരിക്കുന്നു. അതെന്താന്ന് തിരിച്ചറിയുന്നതിനെ സ്വീകരിക്കുന്നു, ഉള്ളിലേക്ക് കൈമാറുന്ന സമയത്ത് ആന്തരികമായിട്ട് ഉള്ളിൽ നിന്നും ഒരു റെസ്പോൺസ് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് ഈ അനുഭവം എന്നുള്ള പ്രോസസ് നടക്കുക. വെളിയിൽ നിന്നും ഒരു കാര്യം വരുന്നു, അതിനെ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്നു, തിരിച്ചറിയുന്നു, അതിനുശേഷം അത് ആന്തരിക ലോകത്തേക്ക് കൈമാറുന്ന സമയത്ത് ആന്തരിക സിഗ്നലുകൾ അതിനോട് റെസ്പോണ്ട് ചെയ്യും. നമ്മുടെ ഉപബോധം റെസ്പോണ്ട് ചെയ്യും. ബോധത്തിൽ അത് ഇങ്ങനെ വേണോ എന്നുള്ള വിചാരങ്ങൾ റെസ്പോണ്ട് ചെയ്യും. സ്മൃതിയുടെ തലത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായപ്പോൾ ഇന്നതായിരുന്നു എന്ന രീതിയിൽ അതിനോട് റിജക്ഷൻ ഉണ്ടായിരുന്നു വരും. അവബോധം എന്നുള്ളത് പലതരം ശീലങ്ങൾ വെച്ചുകൊണ്ട് ഇതിനോടൊക്കെ പ്ലെയിൻ ആയിട്ട് റെസ്പോണ്ട് ചെയ്തു വരും. അപ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് ഒറിജിനലി നമുക്ക് വേണ്ടതാണെങ്കിൽ നമ്മുടെ ഒരു ഇൻസ്റ്റിങ്ക്ട് വർക്ക് ചെയ്യും ഇതിനെ സ്വീകരിക്കാൻ. അപ്പൊ ഈ വിധത്തിൽ നമുക്ക് ഉള്ളിലേക്ക് വരുന്ന എന്തൊന്നിനെയും നമ്മുടെ ആന്തരികമായി നമ്മളൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിബോധം എന്ന് പറയുന്നതിന് ഈ ബാഹ്യമായിട്ടുള്ള തലങ്ങൾ, പരിസരത്തോടെ ഇടപെടുക, സഹകരിക്കുക, സാമൂഹ്യ ജീവനം നടത്തുക, ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു എക്സ്റ്റേണൽ ആക്ടിവിറ്റി ഉണ്ട്. അതേസമയം തന്നെ ഇന്റേണലി നമ്മളെ സന്ദർഭങ്ങളെ സാഹചര്യങ്ങളെ സ്വീകരിക്കുക, ലഭിക്കുന്ന നിർദ്ദേശങ്ങളെ കടത്തിവിടുക, ആന്തരിക ബോധത്തിലേക്ക് അതിനെ കൈമാറ്റം ചെയ്യുക, ആന്തരിക സിഗ്നലുകൾ വരുന്ന സമയത്ത് അതിനോട് പ്രതികരിക്കുക, അനുഭവങ്ങൾ പ്രോസസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അകത്ത് സംഭവിക്കുന്നു. അപ്പോ പുറത്തും അകത്തുമായി സംഭവിക്കുന്ന ഈ പ്രതിബോധം എന്നുള്ളത് ജീവിതത്തിൽ എന്താണ് സാധ്യമാക്കുന്നത് എന്നൊരു കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, പുറം ലോകവും അകം ലോകവും രണ്ടായിരിക്കുന്നതല്ല, അത് ഏകതാനമായിരിക്കേണ്ടതാണ് എന്നുള്ള ബന്ധ ഏകീകരണമാണ് ഉണ്ടാവുന്നത്. നമ്മുടെ സമൂഹവുമായിട്ട് ചേർന്ന് എഴുതാൻ പാകത്തിലുള്ള
പങ്കാളിത്തം നമ്മളിൽ ഉണ്ടാവും. നമ്മൾ അതിന്റെ പാർട്ടായിരിക്കും. നമ്മൾ ആ സമൂഹം എന്ന് പറയുന്നതിന്റെ പാർട്ടായിട്ട് നമ്മളെ പെർസിസ്റ്റ് ചെയ്യിക്കാൻ നമുക്ക് കഴിയും. പിന്നെ നമുക്ക് വരുന്ന ഒരു സാഹചര്യം, നമ്മൾ പരിസരമായിട്ട് ചേർന്ന് പോയി, പക്ഷെ സാഹചര്യം അനുകൂലമല്ലെങ്കിലും ആ സാഹചര്യത്തെ അനുകൂലമാക്കാനുള്ള അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അവസ്ഥ നമ്മളിൽ ഉണ്ടാക്കി തരും. ശരിയായ രീതിയിൽ അതിനെ പ്രതികരിക്കാൻ ഈ പ്രതിബോധമാണ് സഹായിക്കുക. നമ്മളെ പരിസരമെന്തോ അല്ലെങ്കിൽ ഇപ്പോ സാഹചര്യമെന്തോ സമയമെന്തോ അതിനനുസരിച്ചുള്ളത്. അപ്പോൾ അതിനോട് ചേർന്ന് പോകാൻ ജീവമായിട്ടുള്ള അല്ലെങ്കിൽ ജൈവമായിട്ടുള്ള രീതിയിൽ അതിനോട് നമ്മുടെ ചുറ്റുപാടുള്ള ഘടകങ്ങളോട് അനുയോജ്യപ്പെട്ട് അതിനോട് സഹവസിക്കാൻ നമുക്ക് അപ്പോഴാണ് കഴിയുക. ഒരുതരം അഡാപ്റ്റീവ് ഇന്ററാക്ഷൻ ആ സമയത്താണ് സാധ്യമുള്ളത്. പ്രതിബോധം വർക്ക് ചെയ്യുന്ന സമയത്ത്, മാനസം വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് സംഭവിക്കുക. അപ്പൊ ഈ മനുഷ്യനെ അവന്റെ പരിസരവുമായി ചേർന്ന് ജീവിക്കാൻ സഹായിക്കുന്ന ബോധതലമാണ് ഈ പ്രതിബോധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതിബോധത്തെ വല്ലാതെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരിടത്ത് നിൽക്കുമ്പോൾ നമുക്ക് അവിടെ നിലനിൽപ്പ് ആവശ്യമാണ്. അപ്പൊ നിലനിൽക്കണമെങ്കിൽ നമുക്ക് അവിടെ തന്നെ നിൽക്കാൻ കഴിയും. അവിടെ തന്നെ നിൽക്കണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന കാര്യങ്ങളെയും താരതമ്യം ചെയ്ത് സമീകരിച്ച് കൊണ്ടുപോകാൻ കഴിയണം. നമ്മുടെ പ്രതികരണ ഗുണം എന്താണെന്ന് മനസ്സിലാവണം, അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രതികരണ ഗുണം എന്താണെന്ന് മനസ്സിലാവണം. ഈ ബന്ധങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത് മനസ്സിലാക്കാൻ ഈ പ്രതിബോധത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് പരിസര സൂചനകൾ, പരിസരം നമ്മളോട് ആവശ്യപ്പെടുന്ന സന്ദേശങ്ങൾ എന്താണെന്നുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉറപ്പായിട്ടും ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ആ ഒരു ഏകീകരണം അവിടെ നടപ്പിലാകണമെങ്കിൽ പ്രതിബോധത്തെ നമ്മൾ മനസ്സിലാവണം. നമ്മളൊരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അത് ബോധപൂർവം സംഭവിക്കണമെങ്കിലും ഈ പ്രതിബോധത്തെ മനസ്സിലാക്കണം. അങ്ങനെ പ്രതിബോധത്തെ മനസ്സിലാക്കുന്ന സമയത്ത് ജീവിതത്തിന്റെ ഇടപെടലുകൾ വളരെ വ്യക്തമാകും, അത് ബാലൻസ്ഡ് ആവും. ഈ പ്രതിബോധമാണ് നമുക്ക് വേണ്ടതെല്ലാം തരുന്നതെന്ന് അറിയുമ്പോഴാണ് പ്രതിബോധത്തിന്റെ ഭാഗമാകുന്ന, അല്ലെങ്കിൽ പ്രതിബോധം നമ്മൾ എവിടെയാണോ കണ്ടറിയുന്നത് അവിടെ ആ കാണുന്ന എൻറ്റിറ്റിയിൽ, ആ കാണുന്ന എൻവയോൺമെന്റിൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റും, നമ്മുടെ നീഡുകളെ കാണാൻ പറ്റും. അപ്പൊ പ്രതിബോധം എന്ന് പറയുന്നത് നിങ്ങളുടെ പങ്കാളിത്ത ബോധമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്തോട് എത്രത്തോളം പങ്കാളിത്തം നയിക്കാൻ കഴിയുന്നു അതിന്റെ ബോധമാണ്. അത് അകത്തും പുറത്തുമുള്ള അവസ്ഥകളെ കറക്റ്റായിട്ട് ബന്ധിപ്പിക്കുന്നു. അത് ആന്തരിക തലങ്ങളുമായിട്ട് ഏകീകരിച്ച് നിന്നുകൊണ്ടാണ് പുറത്ത് ഒരു ചലനം ഉണ്ടാക്കുക. അവിടെ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇടപെടലുകളിൽ നിൽക്കുക, പാരസ്പര്യത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. അതുവഴിയാണ് ഭക്ഷണമോ വായുവോ വെള്ളമോ മറ്റ് സൗകര്യങ്ങളോ മറ്റ് സംഭവങ്ങളോ മറ്റ് അനുഭൂതികളോ ഒക്കെ നമ്മുടെ അകത്തേക്ക് വരുന്നത് ഈ പ്രതിബോധത്തിൽ നിന്നുകൊണ്ടാണ്. അവിടെയാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്, പെർസിസ്റ്റ് ചെയ്യിപ്പിക്കുന്ന പ്രകൃതി. അപ്പൊ ഈ പ്രതിബോധത്തെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിന് ഇടപെടലുകൾ തന്നെയാണ് ആവശ്യം. നമ്മുടെ കോട്ടക്കാവ് പോലുള്ള കാര്യങ്ങൾ, ചയോഗ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതിബോധത്തെ ഉണർത്താൻ പാകത്തിലുള്ള ഒന്നാണ്. പ്രതിബോധം എന്നുള്ളത് വഴിതെറ്റിപ്പോവാൻ സാധ്യതയുള്ള സൗഹൃദം പോലെയാണ്. സൗഹൃദങ്ങൾ ആ രൂപത്തിലും ഈ രൂപത്തിലും ആകും. വഴിതെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അത് ഇംപ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വഴിതെറ്റിപ്പോവും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ആ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനുള്ള വഴിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന ശയോഗ സാധനയും ക്യൂ ലൈഫ് പ്രാക്ടീസും കോണ്ടർ ലൈഫ് പ്രാക്ടീസ് അല്ലെങ്കിൽ PSP പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രായോഗികമായിട്ടുള്ള തലമാണ്. അപ്പോ പ്രതിബോധം എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നിരീക്ഷിക്കുക. ആ നിരീക്ഷണമായിട്ട് നമുക്ക് അടുത്ത ചുവടുകളിലേക്ക് നാളെ പോവാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.